ഹലോ ഇന്റർനെറ്റ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഹോളിലാൻഡ് ലാക്സ്മാക്സ് ഡിയോ വയർലെസ് മൈക്കിൻ്റെ റേഞ്ച് ടെസ്റ്റും അതുപോലെ തന്നെ റോഡ് NTG4+ എന്ന് പറഞ്ഞ ഷോർട്ട് ഗൺ മൈക്രോഫോൺ എങ്ങനെ വയർലെസ്ലി ഹോളിലാൻഡിൻ്റെ ട്രാൻസ്മിറ്ററുമായിട്ട് കണക്ട് ചെയ്യാം. കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറയുന്നത് 250 മീറ്റേഴ്സ് 820 ഫീറ്റ് വരെ ലൈൻ ഓഫ് സൈറ്റിൽ ഒരു കട്ട് ഓഫോ ക്ലിപ്പിങ്ങോ ഒന്നുമില്ലാതെ നമുക്ക് ഓഡിയോ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വിത്തൗട്ട് ലൈൻ ഓഫ് സൈറ്റ് 60 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അറൌണ്ട് 197 ഫീറ്റ്. ഒരു യൂട്യൂബിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിനോ ഒക്കെ ഒരു 50 മീറ്റേഴ്സ് ടു 100 മീറ്റേഴ്സ് ഒക്കെ മാക്സിമം മതി. എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്ക് റോഡിൻ്റെ NTG4+ ആണ്. അത് ലാക്സ്മാക്സിൻ്റെ ട്രാൻസ്മിറ്ററുമായിട്ട് വയർലെസ്ലി കണക്റ്റഡ് ആണ്. നമ്മൾ ഒരു വയർലെസ് മൈക്രോഫോണോ ഷോർട്ട് ഗൺ മൈക്രോഫോണോ ഒക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ എൻവയറമെന്റിലോ അല്ലെങ്കിൽ ഹോം എൻവയറമെന്റിലോ ഇരുന്ന് ചെക്ക് ചെയ്താൽ പറ്റത്തില്ല. ഇതുപോലെ ബിസി ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ലോട്ടിലോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിംഗ് ഒബ്ജക്റ്റിൽ ലൈക്ക് കാറിലോ ഒക്കെ ഇരുന്ന് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ ക്വാളിറ്റി മനസ്സിലാകത്തുള്ളൂ. ഒരു നല്ലൊരു മൈക്രോഫോണ് വയർലെസ് മൈക്രോഫോൺ ആണെങ്കിലോ ഷോർട്ട് ഗൺ മൈക്രോഫോൺ ആണെങ്കിലോ അത് ക്ലിപ്പിങ്ങോ ഡിസ്ട്രോഷനോ ഒന്നുമില്ലാതെ നിങ്ങളുടെ ഓഡിയോ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്ക് റോഡിൻ്റെ NTG4+ എന്ന് പറഞ്ഞ ഷോർട്ട് ഗൺ മൈക്രോഫോണാണ്. അത് ലാക്സ്മാക്സിൻ്റെ ട്രാൻസ്മിറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ റേഞ്ച് ടെസ്റ്റ് നോക്കാം. ഇപ്പം ഏകദേശം ഒരു 100 മീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട് ട്രാൻസ്മിറ്ററും റിസീവറുമായിട്ട്. ചെക്ക് 1 2 3 ചെക്ക് 1 2 3 ചെക്ക് 1 2 3. ഇത് കോട്ടയത്ത് ഡെക്കാത്തലിൻ്റെ പാർക്കിംഗ് ലോട്ടാണ്. ചെക്ക് 1 2 3 ചെക്ക് 1 2 3 ചെക്ക് 1 2 3 ചെക്ക് 1 2 3 ചെക്ക് 1 2 3. ട്രാൻസ്മിറ്ററും റിസീവറുമായിട്ട് ഇപ്പോൾ ഒരു 150 മീറ്റർ അകലെയാണ്. ചെക്ക് 1 2 3 ചെക്ക് 1 2 3 ചെക്ക് 1 2 3 ചെക്ക് 1 2 3. ഹോളിലാൻഡ് ലാക്സ്മാക്സ് വയർലെസ് സിസ്റ്റം നിങ്ങളുടെ സിനിമ ക്യാമറ ആയിട്ടോ സ്മാർട്ട് ഫോൺ ആയിട്ടോ കോൺഫിഗർ ചെയ്യുമ്പോഴത്തേന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെനുവിൽ വന്നു കഴിഞ്ഞിട്ട് മെനുവിൽ റെക്കോർഡ് മോഡ് ഉണ്ട്, മൈക്ക് സെറ്റിങ്സ് ഉണ്ട്, ഫോൺ സ്പീക്കേഴ്സ് ഉണ്ട്, EQ സെറ്റിങ്സ് ഉണ്ട്, സിസ്റ്റം സെറ്റിങ്സ് ഉണ്ട്. സിസ്റ്റം സെറ്റിങ്സിനകത്ത് വന്നു കഴിഞ്ഞിട്ട് ഫാക്ടറി റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫാക്ടറി റീസെറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഏസ് കൊടുക്കുക, സെറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വരും. അത് കഴിഞ്ഞിട്ട് റിസീവർ റീബൂട്ട് ചെയ്യും. പുതിയ ഏത് ഡിവൈസുമായിട്ട് കോൺഫിഗർ ചെയ്യുമ്പോഴത്തേന് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. റെക്കോർഡ് മോഡ്, മൈക്ക് സെറ്റിങ്സ്, ഫോൺ സ്പീക്കേഴ്സ്, EQ, സിസ്റ്റം സെറ്റിങ്സ്. സിസ്റ്റം സെറ്റിങ്സിനകത്ത് ആദ്യം ചെയ്യേണ്ടത് പെയറിങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്രൈറ്റ്നസ് വന്നിട്ട് ഫുൾ ബ്രൈറ്റ്നസ് കൊടുക്കുക. റെക്കോർഡ് മോഡ് വരിക, അതിനകത്ത് മോണോ സെലക്ട് ചെയ്യുക. മൈക്ക് സെറ്റിങ്സ് അഗൈൻ മൈക്ക് സെറ്റിങ്സ് ഉണ്ട്, മൈക്കിൻ്റെ ഗെയിൻ സെറ്റ് ചെയ്യുക. ഇതുപോലെ 2 ട്രാൻസ്മിറ്ററാണ് വരുന്നത്. ഈ ട്രാൻസ്മിറ്ററിന് ഫസ്റ്റ് മൈക്കിനും സെക്കൻഡ് മൈക്കിനും നമുക്ക് ഗെയിൻ സെറ്റ് ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ മൈക്ക് ഫസ്റ്റിന് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അത് ഓരോരുത്തരുടെയും വോയിസിൻ്റെ അനുസരിച്ച് മൈക്കിൻ്റെ ഗെയിൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. മൈക്ക് 1ന് 2 കൊടുക്കുകയോ അല്ലെങ്കിൽ മൈക്ക് 2ന് 1 കൊടുക്കുകയോ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫോൺ സ്പീക്കേഴ്സ് ഓൺ കൊടുക്കുക. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അറ്റ് എ ടൈം നമുക്ക് നമ്മുടെ വോയിസ് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ പറ്റും. പിന്നെ EQ സെറ്റിങ്സിനകത്ത് ഡിഫോൾട്ടായിട്ട് ഹൈഫൈ ആണ്. ലോ കട്ട്, വോക്കൽ ബൂസ്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ പ്രീവിയസ് മെനുവിലോട്ട് വരുന്നത് ഈ റിങ് പോലത്തെ ഒരു ഇതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് പ്രീവിയസ് മെനുവിലോട്ട് വരും. ഇത്രയും സെറ്റിങ്സാണ് നിങ്ങൾ ലാക്സ്മാക്സിൻ്റെ റിസീവറിനകത്ത് ചെയ്യേണ്ടത്. ഓൾ റൈറ്റ്, നിങ്ങൾ
ലാക്സ്മാക്സിൻ്റെ ട്രാൻസ്മിറ്റർ എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നത് കണ്ടല്ലോ. ഇനി നമുക്ക് റോഡിൻ്റെ NTG4+ എന്ന് പറഞ്ഞ ഷോർട്ട് ഗൺ മൈക്രോഫോൺ എങ്ങനെ വയർലെസ്ലി ലാക്സ്മാക്സിൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറുമായിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. നിങ്ങൾ ഗൂഗിളിൽ സെൻഹൈസർ KS600 എന്ന് പറഞ്ഞ് ഈ അഡാപ്റ്റർ കേബിൾ സെർച്ച് ചെയ്യാം. വൺസ് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ അഡാപ്റ്റർ കേബിൾ അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റ് ഓഫ് ഓൺലൈൻ സ്റ്റോഴ്സ് ഡിസ്പ്ലേ ചെയ്യും. നിങ്ങൾ ഇന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിൽ IMA സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഓൺലൈൻ സ്റ്റോഴ്സിൽ ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ US ബേസ്ഡ് ആണെങ്കിൽ B&H എന്ന് പറഞ്ഞ ഓൺലൈൻ സ്റ്റോഴ്സിൽ ഇത് അവൈലബിൾ ആണ്. സെൻഹൈസറിൻ്റെ KS600 എന്ന് പറഞ്ഞ കേബിൾ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഒരറ്റം റോഡിൻ്റെ NTG4+ൽ കണക്ട് ചെയ്യാം. ഇതിൻ്റെ അതർ എൻഡ് ലാക്സ്മാക്സിൻ്റെ ട്രാൻസ്മിറ്ററുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ലാക്സ്മാക്സിൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും ഓണാക്കുക, റോഡിൻ്റെ NTG4+ ഓണാക്കുക. അതുപോലെ തന്നെ ലാക്സ്മാക്സിൻ്റെ റിസീവറിൽ നിന്ന് കേബിൾ എടുത്ത് നിങ്ങളുടെ സിനിമ ക്യാമറയിലോ സ്മാർട്ട് ഫോണിലോ കണക്ട് ചെയ്യാം. വൺസ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ആവും. റോഡിൻ്റെ NTG4+നെ പറ്റി പറയുകയാണെങ്കിൽ 8 വർഷം മുമ്പാണ് ഇത് ലോഞ്ച് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ശരിക്കുമുള്ള ഫുൾ ബെനിഫിറ്റ് കിട്ടിയത് ലാക്സ്മാക്സിൻ്റെ വയർലെസ് സിസ്റ്റം 2023 ജൂലൈ മാസം ലോഞ്ച് ചെയ്തപ്പോഴാണ്. NTG4+നെ പറ്റി എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ബിൽറ്റ് ഇൻ ലിഥിയം അയൺ ബാറ്ററിയുള്ള ഷോർട്ട് ഗൺ മൈക്രോഫോണാണ് റോഡിൻ്റെ NTG4+. അതുപോലെ തന്നെ 2 മണിക്കൂർ ഇത് മൈക്രോ USB വഴി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 150 hours വരെ ബാക്കപ്പ് കിട്ടും. നിങ്ങൾക്ക് 5 ദിവസമോ 6 ദിവസമോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഓഡിയോ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഈ ഷോർട്ട് ഗൺ മൈക്രോഫോൺ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതിന് 10 വർഷം വാറണ്ടിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വീഡിയോ പ്രൊഡക്ഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ റോഡിൻ്റെ NTG4+ഉം ലാക്സ്മാക്സിൻ്റെ വയർലെസ് സിസ്റ്റവും പോകുന്നതായിരിക്കും ഏറ്റവും നല്ല ബെസ്റ്റ് കോൺഫിഗറേഷൻ. ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്സ്മാക്സിനകത്ത് എൻവയറമെൻറ്റ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് ഉണ്ട്, ENC. ഇത് ഓണാക്കുക. അതുപോലെ തന്നെ റോഡിനകത്ത് 3 ഡിജിറ്റൽ സ്വിച്ചാണ് വരുന്നത്. ഹൈ ഫ്രീക്വൻസി ബൂസ്റ്റും ഹൈ പാസ് ഫിൽറ്ററും -10 dB. ലാക്സ്മാക്സിൻ്റെ ട്രാൻസ്മിറ്ററുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ബൂസ്റ്റർ ഓണാക്കുക, ഹൈ പാസ് ഫിൽറ്റർ ഓണാക്കുക, -10 dB ഡിസേബിൾ ചെയ്യുക, ലാക്സ്മാക്സിൻ്റെ ENC ഓണാക്കുക. ഈ 3 കോമ്പിനേഷൻ കൂടി നിങ്ങളുടെ ഓഡിയോ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷോർട്ട് ഗൺ മൈക്രോഫോണോ വയർലെസ് സിസ്റ്റമോ ഉപയോഗിക്കുമ്പോൾ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വയർലെസ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങളുടെ മൗത്തുമായിട്ട് ഒരു 5 to 7 inch ഡയറക്റ്റ് ആയിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ഓഡിയോ ക്യാപ്ചറിങ്ങിൻ്റെ വേരിയേഷൻ വരും. ഓക്കെ, ചെക്ക് 1 2 3 ചെക്ക് 1 2 3. ഷോർട്ട് ഗൺ മൈക്രോഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് യൂട്യൂബിലൊക്കെ എല്ലാവരും ഫ്രെയിമിന് എബോ ആയിട്ടാണ് ഇങ്ങനെയാണ് വെക്കുന്നത്. ഓക്കെ, അതിനെക്കാട്ടും ഏറ്റവും നല്ല പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് സംസാരിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും ഡയറക്റ്റായിട്ട് ഷോർട്ട് ഗൺ മൈക്രോഫോണോ നിങ്ങളുടെ വയർലെസ് സിസ്റ്റമോ വെക്കുമോ അത്രയും നല്ലതായിട്ട് നിങ്ങളുടെ ഓഡിയോ ക്യാപ്ചർ ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് മനോജ് പിലം. മെയിനായിട്ട് ഞാൻ ഈ ചാനലിൽ കൂടെ ടെക്നോളജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ട്രാവലിങ്ങും സൈക്കോളജി ത്രൂ അസ്ട്രോളജി ഈ 3 ഏരിയയിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഈ 3 ഏരിയയിലാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. സീ യു സൂൺ.